മൈ പ്രഷ്യസ് ഷോൾ. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഷോപ്പ് ചെയ്തു, പക്ഷേ ഇഷ്ടപ്പെട്ടു ഞാൻ മേടിക്കും. ഇത് മറ്റേ രാജസ്ഥാനിലെ ജോധ്പൂരിലെ മെഹ്റാൻഗഞ്ച് ഫോർട്ടിലെ രാജകുമാരിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പുണ്ട്. ഒരു എന്താ പറയുക, ഇങ്ങനെ പറയില്ലേ, ട്രേഡ് മാർക്കൊക്കെ ഉള്ള അതേപോലത്തെ വേറെ ആരും പേടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ഷോളിൻ്റെ ചെറിയൊരു സ്റ്റോളാണ്. ഇതിനൊക്കെ 1300 ഒക്കെ ഉണ്ടായിരുന്നു വില. അത്ര വിലയൊന്നും ഞാൻ വാങ്ങിക്കുന്ന ആളല്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞു ഷോളായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ദീപക്കാണ് വാങ്ങിച്ചത്, ഞാനും ഉപയോഗിക്കുന്നുണ്ട്. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കുത്തി പറയാതെ വരട്ടെ. ജോസേട്ടനും സിബി ചേച്ചിയും വെഡിങ് ആനിവേഴ്സറിക്ക് കറക്റ്റ് 11:55 ആകുമ്പോൾ അലാം വെച്ച് എണീറ്റിട്ട് അത്രയും ഉമ്മകൾ കൊടുക്കും പോലും. എന്നിട്ട് ഞാൻ അലാമൊക്കെ വെച്ചിരുന്നേ, പക്ഷെ അലാം വെച്ച് ഞാൻ അലാം വെച്ചിരുന്നു. ഞാൻ അലാം പറഞ്ഞില്ല, ഞങ്ങൾ നേരത്തെ അവിടെ തുടങ്ങിപ്പോയി. പിന്നെ അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താ വെച്ചാൽ, ഒരു പ്ലാനുമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങി എങ്ങോട്ടാ പോകുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നാളെ ഉച്ച ആകുമ്പോഴേക്കും ഞങ്ങൾ മൂന്നാറിലെത്തണം. കാരണം ചക്രമുടി ട്രക്ക് ഉണ്ട്, ബാക്കിങ്ങിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ബാക്കിലൊക്കെ അവിടെ കിടക്കട്ടെ. വരാം. നീ എന്തിനാ ഇത്ര നേരത്തെ നീറ്റ്? ഇപ്പൊ തന്നെ നീറ്റിട്ട് ഉറങ്ങിക്കേ. ഹാപ്പി ആനിവേഴ്സറി. നമുക്ക് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നിനക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് പിടിച്ചോന്നാ. വായിക്കാന് മമ്മി വരുമ്പോഴത്തേനെല്ലാം വായിക്കണം. 500 റുപ്പീസ് വെച്ചേക്കണം കേട്ടോ. നിനക്കല്ല, നിങ്ങൾക്ക് രണ്ടുപേരും. പക്ഷേ ബൈക്ക് എടുത്ത് പുറത്ത് പോരുത്. ഓക്കെ, കിടന്നുറങ്ങിക്കോ. ദൈവമേ, കുത്തി മറിഞ്ഞു വീഴരുതേ. ഈ ബൈക്ക് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ജൂലൈ കഴിഞ്ഞ 20th വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച ബൈക്കാണ്. കഴിഞ്ഞ ജൂണിലോ ജൂലൈയിലിട്ടാണ് വാങ്ങിച്ചത്. അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ ഈ നിലമ്പൂര് തവളപ്പാറ ദുരന്തമൊക്കെ ഉണ്ടായ ആ ഭാഗത്തേക്കൊരു ഞാൻ സായതും കൂടി ഒരു റൈഡ് പോയതല്ലാതെ സായത് കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വയനാട്, പിന്നെ ഇവരുടെ റൈഡേഴ്സ് ക്ലബിൻ്റെയൊക്കെ ആ റൈഡിനൊക്കെ സായത് പോകുന്നുണ്ട്. ബുള്ളറ്റിൻ്റെ ഹിമാലയൻ റൈഡേഴ്സ് ക്ലബ്ബ് ഉണ്ടാവില്ലേ, ഞാൻ പക്ഷേ പോയിട്ടില്ല ഇവിടെ. എന്നാമത് എനിക്ക് ആരോഗ്യം, എൻ്റെ തിരക്കുകൾ, എൻ്റെ ചാടാൻ പോവാൻ സമയം വേണ്ടേ. അങ്ങനെ ഏറെ നാൾ, ഒരു വർഷം, ഓൾമോസ്റ്റ് ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളൊരു എന്നാൽ പിന്നെ വെഡിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നത്. കമോൺ, ഇത് വന്നിട്ട് വേണം ഗേറ്റ് അടക്കാൻ. അപ്പോൾ എവിടെ പോകാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല, സ്റ്റേ ഒന്നും. നാളെ ഉച്ചയാകുമ്പോഴേക്കും മൂന്നാറിലെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിങ്ങനെ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഡ്രൈവറെ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ ശാന്ത ടീച്ചർ ഞാൻ ഒരുമിച്ചാണ് ആദ്യമായിട്ട് ക്യാഷ് കൊടുക്കുന്നത്. അതെ അതെ അതെ. അത് കഴിഞ്ഞ് ഭൂട്ടാൻ ഞങ്ങൾ റൈഡ് ഇറങ്ങിയപ്പോൾ ഇത് കൊഴിഞ്ഞാമ്പാറയിലൂടെ പാസ് ചെയ്യുമ്പോൾ ശാന്ത ടീച്ചർ കാണാൻ വേണ്ടി. പിന്നെ ശാന്ത ചേച്ചി നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ചേച്ചിയുടെ ഒരു പ്രാവശ്യം കാണണം. സ്വപ്ന ചേച്ചി ആരൊക്കെ ഉണ്ടായിരുന്നല്ലേ. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. ജ്യൂസല്ല, ഞാനൊരു മോരുവെള്ളം കുടിച്ചു. സാധ്യത ഒരു ചായ കഴിച്ച് സാധ്യത സിഗരറ്റ് വലിക്കുന്നു. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് സാധ്യത സിഗരറ്റ് വലിച്ചിട്ട് ആ സിഗരറ്റിൻ്റെ കുറ്റിയെടുത്ത് ഞാൻ ഫുൾ പൊള്ളിച്ചതായിരുന്നു. കാന്തല്ലൂരെത്തി. കാന്തല്ലൂർ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മറയൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളി ഒരു റോസ് കിട്ടുന്നത്. നല്ലൊരു ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സ്റ്റേ വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ സ്റ്റേ എടുക്കുന്നൊന്നുമില്ല. സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. മാസമാണ് എല്ലാത്തിനും കാലാവധി വരിക. നമ്മളിപ്പോൾ
കാന്തല്ലൂർ എത്തി. അപ്പോൾ കാന്തല്ലൂർ സ്ട്രോബെറി ഫാമാണ് കേട്ടോ അത്. കാന്തല്ലൂരിലെ സ്ട്രോബെറിയുടെ ലാസ്റ്റ് സീസൺ എൻഡാണ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി പൊട്ടിക്കാൻ വേണ്ടി പോവാം. ഇത് ഇവിടെ ഒരു കാപ്പിപ്പൂവായത്. കാപ്പിപ്പൂവ് ഞങ്ങളുടെ തറവാട്ടിലൊരു കാപ്പിച്ചെടി ഉണ്ടായിരുന്നു. അത് വർഷത്തിലൊരിക്കൽ പൂക്കുമ്പോൾ ഭയങ്കര മണം വരും. ഓ മൈ ഡാർലിംഗ്. തൂക്കിക്കോളൂ. ഞങ്ങൾ കഴിക്കണമെന്നില്ല, ഞങ്ങൾക്ക് കഴിച്ചാൽ മതി. അത് പഴുത്തില്ല, അത് പച്ചയാ. എന്താ വില? അപ്പം ഞങ്ങൾ 1/2 കിലോ തിന്നോ? യെസ്, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് സ്ട്രോബെറി പറിക്കുന്ന ഭർത്താവ്. കാണിച്ച് ഫോട്ടോ എടുത്താൽ മതി, കഴിക്കേണ്ട മൊത്തം. ഓ നല്ല അടിപൊളി സ്ട്രോബെറി അല്ലേ, സൂപ്പർ സ്ട്രോബെറി ഇട്ടോ, നല്ല മധുരമുണ്ട്. കാന്തല്ലൂരിലെ തന്നെ ബെസ്റ്റ് സ്ട്രോബെറി ആണോ അത്? കുഞ്ഞു സ്ട്രോബെറി. ഇത് നമ്മൾ ഇതുപോലത്തത് KGL ട്രക്കിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ കിട്ടിയിരുന്നു. കാശ്മീർ ഗ്രേറ്റ് ലേക്കിൽ. ഉണ്ടോ? ഓ നല്ല മധുരമുണ്ട് കേട്ടോ സ്ട്രോബെറി. നല്ല അടിപൊളി സ്ട്രോബെറി ഉണ്ട് ഇവിടെ. കാന്തല്ലൂരിൽ തന്നെ ബെസ്റ്റ് സ്ട്രോബെറി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. കണ്ടോ? ഇല്ല, ഞാൻ കൈ പിടിച്ച് വെച്ച് കണ്ടില്ലേ. എന്താ ചേട്ടാ? സ്ട്രോബർ അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സായുധ ഇവിടെ ഉള്ള എന്തൊക്കെയോ പറക്കി തിന്നുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ? ആ വീഡിയോ ആണോ? ആ ഇല്ല ഞാൻ റെക്കോർഡ് കട്ട് ചെയ്തോളാം. മുന്തിരി സീഡ്ലെസ് പച്ച മുന്തിരിയാണിത്. ആപ്പിൾ ചെടിയാണ് കാന്തല്ലൂരിൽ. ആപ്പിൾ 2 ആപ്പിൾ വന്നപ്പോഴേക്കും ചെരിഞ്ഞു പോയി. 4 ആപ്പിൾ. 2 ആപ്പിളിനൊക്കെ ഇങ്ങനെ ചെരിഞ്ഞാലോ? നല്ല പുഷ്ടിപ്പെടണ്ടേ? ഫുഡ് നന്നായി കഴിക്കട്ടോ. ആ പ്ലം. ഓക്കെ ഓക്കെ. ബ്ലാക്ക് സപ്പോർട്ട എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഫ്ലവർ ചെയ്തിട്ടേ ഉള്ളൂ. ബ്ലാക്ക് സപ്പോർട്ടയുടെ മരമാണത്. സീഡ്ലെസ് ലെമൺ ആണത്രേ. സീഡ്ലെസ് ലെമൺ. ചെസ്നട്ടാണത്, മലബാർ ചെസ്നട്ട്. അതിൽ കായ നിറയെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ നേരത്തെ സ്ട്രോബെറിയൊക്കെ പൊട്ടിച്ചത്. ഇവിടെ മുസംബി, പിന്നെ ബുഷ് ഓറഞ്ച്. ഇത് നല്ല പഴുത്തിട്ടുണ്ട് അല്ലേ? സൂപ്പർ. ബുഷ് ഓറഞ്ച് അടിപൊളിയാണ്. എടുത്ത് വെച്ചത്
നമ്മൾ കണ്ട ഒരു വേറൊരു ടൈപ്പ് ഇതൊരു കാട്ടുചെടിയെന്നാണ് പറഞ്ഞത്. കണ്ടതിന് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ട്. ഇന്ന് ഉറുമ്പൊക്കെ വന്നാൽ ഞാൻ ഉണ്ടോ ഇതിന് ഇവിടെ ഇങ്ങനെ തേനുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ കണ്ടോ നിറയെ തേൻ, ഈ ഇതിലെല്ലാത്തിലും തേനുണ്ട്. ശുദ്ധമായ തേന് ഈ പശുവൊക്കെ പാല് വരുന്ന പോലെ തേനിനെ പുറത്തേക്ക് ചുരുത്തിയിരിക്കുകയാണ് പൂവ്. എല്ലാ ദിവസവും ചുരുത്തും അത്ര. എന്നിട്ട് അടിപൊളി. ഇതിന് കണ്ടൊരു കായ ഉണ്ട് കേട്ടോ, കണ്ടോ ഒരു ബലൂൺ പോലത്തെ കായ. ഇതിപ്പോൾ കായ പൊട്ടിയതാണ്. ഇത് ശരിക്കും വിഷക്കായ എന്നാ പറയണേ. എന്തേ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് മറന്നു പോലെ. ഇത് കാന്തല്ലൂരിലെ പാഷൻ ഫ്രൂട്ടാണ്. ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിന് ഭയങ്കര മധുര എന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചോട്ടെ. ശരിയാ, മധുര. നമ്മുടെ പാഷൻ ഫ്രൂട്ട് നമുക്ക് പുടി കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ബ്ലാക്ക്ബെറി. ബ്ലാക്ക്ബെറിയാണ് പോലും. ബെറീസ് ഉണ്ട്. അത് ഇപ്പോൾ പച്ചയാണ്, ചുവപ്പ് കളറുള്ളത്. ഇത് പഴുത്തതാണ്. ഇത് പൊട്ടിക്കാൻ ഫുള്ള് ഫ്രൂട്ടായിട്ടാട്ടോ. അയ്യോ നല്ല മുള്ളുണ്ട്. കഴിച്ചോക്കട്ടെ. ഇത്തിരി പുളിയുണ്ട്, മധുരമുണ്ട്. അടിപൊളി. ഫൈനലി ഞങ്ങളിവിടെ എത്ര രാവിലെ 7 മണിക്ക് തുടങ്ങിയ റൈഡാണ്. ഇപ്പം എത്ര 8 മണിയായി രാത്രി. ഇവിടെ ചെറിയ ചാറ്റൽമഴ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണിത്. ഇവിടെ വേറെ ആരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ബൈസൺ വാലിയാണ്. അടിപൊളിയൊരു സ്റ്റേ ആണ്, നല്ല പ്രോപ്പർ മെയിൻ്റനൻസ് ഒക്കെ ഉള്ള. അങ്ങനെ 8 മണിയായപ്പോഴേക്കും നമ്മളുടെ സ്റ്റേയിലെത്തി. ഇത് നമ്മളുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ആട്ടോ, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പറവയുടെ ഭാഗമായിട്ട്. നല്ല സ്റ്റേ ആണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. ഇത് നല്ല ബാത്റൂമാണ് ഇവിടുത്തെ. ന്യൂ പ്രോപ്പർട്ടി, 5 ബെഡ്റൂമുള്ള. നമ്മൾ രാവിലെ കാണിക്കാം. നല്ല ക്ലീൻ ബാത്റൂം. ചില ബാത്റൂമൊക്കെ കണ്ടാൽ നമുക്ക് രാജസ്ഥാനിൽ പോയപ്പോൾ ബലം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇപ്രാവശ്യം അല്ല, ഇതിന് മുന്നത്തെ പ്രാവശ്യം ആദ്യമായിട്ട് രാജസ്ഥാനിൽ പോയപ്പോൾ. അപ്പോൾ ബലം എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയിട്ട് അടിപൊളി ബാത്റൂം. അതായത് നമുക്കിങ്ങനെ ഒന്ന് കുളിക്കാൻ തോന്നും. അപ്പോൾ ഞാനൊക്കെ ഫുൾ എണ്ണയൊക്കെ തേച്ച് ഫുൾ കുളിയായിരുന്നു. അപ്പോൾ പ്രിയ ചേച്ചി ഉണ്ട്, സൈത്തേട്ടൻ്റെ വൈഫ്. പ്രിയ ചേച്ചി ബാങ്കിലെ മാനേജറൊക്കെയാണ്. അപ്പോൾ പ്രിയ ചേച്ചി പറഞ്ഞു, ആ ബാത്റൂം കണ്ടിട്ട് കുളിക്കാൻ തോന്നിയിട്ട് ഇപ്പോഴാണെന്ന് വൃത്തിക്ക് കുളിച്ചത്. അതുപോലെ കുളിക്കാൻ തോന്നുന്നൊരു ബാത്റൂമായിരുന്നു. നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു. നല്ല റൈഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ 7 മണിക്ക് പുറപ്പെട്ടിട്ട് ഇപ്പോൾ 8 മണിക്കല്ലേ ഇവിടെ എത്തിയത്. നമ്മൾ കാന്തല്ലൂർ പോയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാൻ നന്നായി. കാരണം അവിടെ നല്ല എക്സ്പെൻസീവാണ് സ്റ്റേ, പക്ഷേ നല്ല വൃത്തിയായിട്ട റൂമുകൾ വേണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ആവറേജ് റൂംസാണ് അവിടെ ഉള്ളതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നല്ലൊരു, അപ്പോൾ ഞങ്ങളും വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അതുകൊണ്ട് ഒരു നല്ല റൂമിൽ സ്റ്റേ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ തന്നെ കൊടുക്കുന്ന പ്രോപ്പർട്ടിയൊന്നും നമുക്ക് അത്ര വലിയ പൈസ ഒന്നും ആവില്ല. ഈ വീട് ഫുള്ള് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു വെരി ബിഗ് റൂമാണ് ഉണ്ടാവുക. അവിടെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. സാഹചര്യത്തിൽ പുറത്ത് പോയി. ഇത് അപ്സ്റ്റെയറാണ്. ഇതൊരു വലിയ ഏതൊരു പൈസക്കാരൻ ഉണ്ടാക്കിയൊരു വീടാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സ്റ്റേ ഒന്നുമില്ല. വേറെ 5 ബെഡ്റൂമാണുള്ളത്. മുകളിൽ 3 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമും ഉണ്ടോ. പിന്നെ പുറത്ത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ഗാർഡനൊക്കെ ഉണ്ട്. അങ്ങനെ കോണി ഇതൊക്കെയുള്ള ഏരിയ. നമ്മൾ ഈ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. താഴെ പോകുമ്പോൾ താഴെ കാണിക്കാം നിങ്ങൾക്കൊക്കെ. ഇവിടെ ഇത് ബൈസൺ വാലിയിലാണ്. നല്ല എന്താ പറയുക, തീരെ റഷില്ലാത്ത ഏരിയയാണ്. ഞങ്ങൾ മൂന്നാർ ടൗണിലായിരുന്നു ഇത്രയും നേരം.
ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലത്തെ കൺജസ്റ്റഡ് വണ്ടിയുടെ കൂക്കിയും വിളിയും ആളുകളും ബഹളവുമാണ്. നമ്മളെ സംബന്ധിച്ച് അൻകോയറ്റ് സ്ഥലം വേണമെന്നില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി അങ്ങനത്തെ സ്ഥലത്താണല്ലോ. പക്ഷേ ഞങ്ങൾക്ക് പോലും കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും അയ്യോ ഇവിടെ രക്ഷപ്പെട്ടാൽ മതി എന്നായിപ്പോയി. പിന്നെ സ്റ്റേക്കൊക്കെ നല്ല എക്സ്പെൻസീവാണ് ആ ഭാഗത്തൊക്കെ, നമ്മുടെ സീസൺ അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് റിയലി ഗുഡ് ആൻഡ് ദ ബെസ്റ്റ്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്, നമ്മുടെ സ്റ്റേയിൽ നിന്ന് നല്ല വ്യൂ ആണ് അവിടെ. നല്ല ഭംഗിയുള്ളൊരു മല. നടന്നല്ലേ പോണത്? ഏലത്തിൻ്റെ ഫ്ലവർ ഇത് പിന്നെ ഉണ്ട്, ഒരു വലിയ വണ്ടി പോലത്തെ സാധനം ഇവിടെ. വലിയ ചേച്ചിയുടെ വീടാണോ ഇവിടെ? നല്ല വൃത്തിയുണ്ട് ഈ വീട്. ചായ ഞങ്ങൾ കുടിച്ചു. ഇതെന്താ സാധനം ഈ ജന്തു? ഇത് ഒരു ജന്തു പഴുത്ത് കഴിയുമ്പോഴേ നമ്മളെ കാ വഴിക്കല്ലേ, പഴുത്ത് കഴിയുമ്പോൾ അവിടെ നിറച്ച് കായാവും. നിറച്ച് കായ കഴിയുമ്പോൾ അടിയിലൊക്കെ വെച്ച് പറിച്ചെടുക്കും. ഇത് പൂ പിഞ്ച ഇങ്ങനെ എടുക്കും. ഞങ്ങൾ പണിക്ക് പോകുന്നതിന് പോയില്ല, പിന്നെ ആയോ ഇപ്പൊ പ്രായം ആയോ ഇതെടുക്കാൻ? പഴുത്തില്ല അപ്പോൾ ഇപ്പോൾ കാടിപ്പോൾ എല്ലാം തീർന്നു. ഇനി ആദ്യത്തെ പഴുത്ത് കിടക്കുന്നത് എടുക്കും. ഇതില്ലേ പിന്നെ വർഷം മൊത്തത്തിൽ കിട്ടുമോ? വർഷം മൊത്തം കിട്ടുമോ? അട്ട ഉണ്ടാവില്ല? അട്ട ഉണ്ടാവില്ല. ആയത് വെറുതെ എടുക്കണ്ട, നശിപ്പിക്കണ്ട. ഇതിന്റെ പൂ നല്ല സുന്ദരിയാണല്ലോ. അത് വിരിയണം. സ്മെല്ല്. ഇത് പൂ വിരിഞ്ഞതല്ലേ ഇത്? അത് പൂ പോകുമ്പോൾ കായാവും. ഇത് അച്ചാറും വിടും അല്ലേ ഇതുകൊണ്ട്? ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എടുക്കാറായില്ല, ഇത് പിഞ്ചാണോ? അല്ലല്ല, ഞാൻ മൊത്തം എടുത്തു പോയി. ചേച്ചി വെച്ചോളൂ. ഇത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? ചേച്ചിയുടെ പേരെന്താ? കായപ്പിന്റെ സമയത്ത് അത്രയും കായ തന്നുണ്ട്. ഇപ്പൊ കായെല്ലാം എടുത്ത് തീർന്നു. ഇനിയിപ്പോ ജൂൺ മാസം 5-ാം തീയതി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇത് 5 ബെഡ്റൂമുള്ള ഒരു ലക്ഷറി വില്ലയാണ്. ഒരു വീട്, ഒരു 15 പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി പോണ്ടിച്ചേരി എന്നുള്ളൊരു ഗ്രൂപ്പ് ഇപ്പോൾ രാവിലെ വന്നിട്ടുണ്ട്. ഇന്നലെ ഇവർക്ക് ഏർലി മോർണിംഗ് ചെക്കിന് കാരണം ഇന്നലെ വാക്കൻ്റ് വെച്ചത്. പട്ടിക്കൂട്ടനുണ്ടോ അവിടെ? നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ആ കാണുന്നത് തന്നെ ചക്രമുടി വ്യൂ ആണ്. കോടമൂടി ചക്രമുടിയാണ് കാണുന്നത്. ഒറ്റയ്ക്ക് പോണതോ? നമുക്ക് ലഗേജ് വെച്ചിട്ട് റോഡ് മിസ്സായി. ആ റോഡാണ്. ഇതാണ് നമ്മൾ പൂപ്പാറയിലാണുള്ളത്. പൂപ്പാറയിൽ ഹോട്ടൽ ഹയാത്ത്. നല്ല ഫുഡാണ്, നല്ല മീൽസാണ് ഞാൻ കഴിച്ചത്. മീൽസും കൊഴുവ നത്തോലി ഫ്രൈയും നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര കറിയൊക്കെ, നല്ല മോരുകറിയൊക്കെ അടിപൊളിയായിരുന്നു. ഫിഷ് കറി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫിഷ് ഫ്രൈ എടുത്തുകൊണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ഞാൻ കഴിച്ചില്ല. പക്ഷെ കണ്ടിട്ട് നല്ല അടിപൊളി പോലെ ഉണ്ടായിരുന്നു. പിന്നെ സായത്ത് ചിക്കൻ ബിരിയാണി കഴിച്ചത് നല്ലതായിരുന്നു. നല്ല വൃത്തിയുണ്ട് ഹോട്ടൽ. ചെറിയ ഹോട്ടലാണ്. പൂപ്പാറ എന്ന് പറയുന്നത് തേനി കമ്പത്തേക്ക് പോകുമ്പോഴുള്ള ഒരു വഴിയാണ്. ഉണ്ട്. നല്ല രസമുള്ള സ്ഥലം. ഇങ്ങോട്ട് മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവൊക്കെ വന്നാൽ ഇവിടുന്ന് ലഞ്ചും കഴിച്ച് തിരിച്ചു പോയാൽ നല്ല കറക്റ്റായിരിക്കും.
അടിക്കാൻ വേണ്ടി പൂപ്പാറ പോയതാണ്. മൂന്നാർ പോകുന്നതിന് പകരം പൂപ്പാറ പോയി ലഞ്ച് കഴിച്ചു. ഇതാണ് ആനയിറങ്കൽ ഡാം എന്ന് പറഞ്ഞിട്ട്. ഇത് കമ്മന്തേനി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. സൂര്യനെല്ലി, ചിന്നക്കനാൽ, പൂപ്പാറയുടെ ഇടയിലുള്ളൊരു കണ്ടോ. ഈ ഒരു ഡാമാണിത്. ഇതിലൂടെ വണ്ടിയെല്ലാം അവിടെ അല്ല, പക്ഷെ ബൈക്കിന് പോകാൻ നിർത്തരുത് പറഞ്ഞു ഡാമിൻ്റെ അവിടെ. ഇങ്ങനെ നമ്മളിവിടെ എത്തി. നൈസ് പ്ലേസ്, വെരി കാം ആൻഡ് ക്വയറ്റ്. നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. പൂപ്പാറയല്ല, ആനയിറങ്കൽ ഡാം നല്ല സ്ഥലമാണ്. മൂന്നാറിൽ വന്നാൽ, ഈ മൂന്നാറിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ്. നമ്മൾ ശരിക്കും മൂന്നാറിൽ വന്നാൽ നമ്മൾ ആ മൂന്നാറിൽ എത്തുന്ന മുന്നെയാണ് പോയി എല്ലാവരും സ്റ്റേ ചെയ്യുക, ആനച്ചാൽ അവിടെയൊക്കെ. അങ്ങോട്ടല്ലാതെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റേ ഉണ്ട്. ഒന്നും കൂടി തീരെ ആളില്ല. നല്ല ഒരു റൈഡ്, അല്ലെങ്കിൽ ഈവൻ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലം. നോക്കൂ, ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം, ഒരു ചെറിയ കാറ്റ്, നല്ലൊരു ആൽക്കഹോളിക് വെതർ. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇങ്ങനെ ഫുൾ ഞങ്ങൾ ട്രക്കിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്നല്ല, നമ്മളെ ക്യാമ്പ് പറവയുടെ. കണ്ടോ, നല്ല രസമല്ലേ ഈ സ്ഥലം. ഇതൊരു സ്ഥലം ആനയിറങ്കൽ ഡാമിൻ്റെ അവിടെ മൂന്നാറ് എല്ലാവരും വന്നു. ഇവിടെ നിന്ന് സൂര്യനെല്ലി, ചിന്നക്കനാലൊക്കെ ഈ ഭാഗത്തിൻ്റെ അപ്പുറത്താണ്. ഗ്യാപ്പ് റോഡിലൂടെ നേരെ വന്നാൽ മതി ഇങ്ങോട്ട്. നല്ല റൈഡാണ്, നല്ല റോഡാണ്. പൂപ്പാറ പോയാൽ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. സോ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്.